നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂജയോട് അങ്ങോട്ട് വരാൻ പറ. സ്നേഹമോളെ ഒന്ന് വരുമോ? അതാരുടെ ശബ്ദമാ? അത് എന്റെ ശബ്ദം അമ്മേ. ഞാൻ മിമിക്രി കാണിച്ചതാ. നോക്കിക്കോണേ. സ്നേഹ ഒന്ന് വിളിക്കാമോ? ഞാനിങ്ങനെ എച്ചുമാർ രസത്തിന് വേണ്ടി ഞാൻ പലരുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. ഇനി ഞാൻ അടുത്ത അമ്മയുടെ ശബ്ദം അനുകരിക്കാവേ. മാധുരി ചേച്ചി, അടുത്തത് അമ്മയുടെ ശബ്ദമാണ്. ശ്രദ്ധിച്ചാണേ. എന്നെ എല്ലാരും കൂടെ ഭ്രാന്തിയാക്കുകയാണോ? ഞാൻ മഹേശ്വരിയാ, മഹേശ്വരി. എനിക്ക് പൂജയോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരും കൂടി എന്താ ഒരു ചുറ്റിക്കളി? ഞാൻ പറഞ്ഞ അനുസരിക്കാത്തത് എന്താ? അതെ, ഇപ്പൊ താഴോട്ട് വരണ്ട. പൊക്കോ പൊക്കോ. അല്ല, ഇനിയോട് സ്റ്റോക്ക് ഉണ്ടമ്മേ. മധു ഇപ്പൊ ഫുൾ ടൈം കോമഡി അമ്മേ. ഓ, ആ പൂജ ഒന്ന് വന്നോട്ടെ. കോമഡിയൊക്കെ ട്രാജഡി ആവും. നല്ല മിമിക്രി. കലക്കി മധു, കലക്കി. സ്നേഹയും വസന്തനും ഇവിടെ നിൽക്കില്ലായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് പോയതാ? അല്ല, ഞങ്ങള് പൂജ വരുന്നൊന്ന് നോക്കാൻ പോയതാ. ആ, പൂജ വന്നോട്ടെ. ഇനി ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. എന്റെ ദൈവമേ, എനിക്ക് അയ്യോ ദൈവമേ, അമ്മ എനിക്ക് മാപ്പം തന്നില്ല. അതെ, ഞാൻ പൂജയുടെ അടുത്ത് ചെല്ലട്ടെ. എവിടെ? ഇങ്ങോട്ട്. എങ്ങോട്ട്? അയ്യോ, ഓടി ഓടി വയ്യ. അഞ്ജനാമേ, അഞ്ജനാമ എങ്ങോട്ട് പോവാ? വന്നേ, മുറിക്കകത്തിരിക്കാം. ആന്റി ഇപ്പൊ തൽക്കാലം താഴേക്ക് പോണ്ട. മോളെ, സത്യം പറയാം, അവിടെ ആശുപത്രി കിടന്നപ്പോ ഞാനൊരു അസുഖക്കാരി എന്ന തോന്നലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു തടവുകാരി എന്ന തോന്നല. അയ്യോ അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് തന്നെയാ പറയുന്നത്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിക്കണം മോളെ. ആന്റി, അങ്ങനെയാണെങ്കിൽ ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ. 2 ദിവസത്തേക്ക് കൂടി ആന്റി ഒന്ന് മുറിയിലിരിക്കണം. അതെ അമ്മ, 2 ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്ക. ഇപ്പൊ അച്ഛമ്മ വീട്ടിലുണ്ട്. അച്ഛമ്മ അമ്മയ്ക്ക് അറിയാലോ, അച്ഛമ്മ കണ്ട കാര്യങ്ങൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. ഞാൻ സംസാരിച്ച് ശരിയാക്കാം. ഞാൻ നിങ്ങളുടെ അച്ഛമ്മയോട് സംസാരിക്കാം. അയ്യോ അമ്മ വേണ്ട, അമ്മ 2 ദിവസം കൂടി ക്ഷമിക്ക. മോളെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ പൂജ മോളെ കഷ്ടപ്പെടുത്തുന്നു തോന്നില്ല എനിക്ക്. മോൾ എനിക്ക് വേണ്ടി നന്നായി ബുദ്ധിമുട്ടുന്നു. എന്റെ രീതികൾക്ക്, എന്റെ സന്തോഷത്തിനും വേണ്ടി മോളുടെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു.
എന്തായാലും ഞാൻ ഇവിടെ ഉള്ളത് ഇനി അധികം ഒളിച്ചു വെക്കാൻ പറ്റില്ല. ശിക്ഷയുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിട്ട് വാങ്ങിക്കോളാം. അമ്മേ, ആന്റി, ഒന്നാമത് ഈ വീട് ഒരുപാട് പ്രശ്നത്തിലാ. ഈ വീടിനും നിങ്ങൾക്കും എനിക്കും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. പറഞ്ഞില്ലേ മോളെ, ഞാനൊരു ജയിലിൽ കിടക്കുന്ന പോലെയാ തോന്നുന്നത്. 4 ചുവരുകൾക്കകത്തുള്ളൊരു ജീവിതം. ഭക്ഷണം മുറിയിലെത്തുന്നു, കർശന നിയന്ത്രണങ്ങൾ, പരിധി വിട്ടു പോകാൻ അവകാശമില്ല. ഒക്കെ കൂടി എനിക്ക് വല്ലാത്തൊരു വിഷമം. അച്ഛമ്മയും പൂജയുടെ അമ്മയും അച്ഛനെയും ഒക്കെ കണ്ട് സംസാരിക്കാം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയായത്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക് മോളെ, പ്ലീസ് ഒന്നും പറയണ്ട. അമ്മേ, അമ്മ നിക്കമ്മേ. മോളെ വിട്. ഈശ്വര. ആന്റി, പൂജേച്ചി, എന്തു വന്നാലും അഞ്ജനാന്റി അച്ഛമ്മയും തമ്മിൽ കാണാൻ പാടില്ല. അഞ്ജനാന്റിയെ തടയണം. വാ. അമ്മേ, 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 ഞാൻ അപേക്ഷിക്കാം, അമ്മ താഴേക്ക് പോരുത്. മോളെ, ഞാനും അപേക്ഷിക്കുക, എന്നെ തടയരുത്. അമ്മേ, അമ്മേ, പ്ലീസ് പറയുന്നൊന്ന് കേക്ക്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മോളെ. എനിക്ക് എല്ലാരെയും കണ്ട് സംസാരിച്ച് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്നെ തടയരുത്. സ്നേഹ, നമ്മൾ പറയേണ്ടിടത്തോളം പറഞ്ഞു. ഇനി അമ്മയെ തടയണ്ട. ഈശ്വര. വാ. അമ്മേ, ആ മധു, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി എടി മൂദേവി, നീ എങ്ങനെ ഇവിടെ വന്നു? ഇവിടെ ആരുമില്ലേ? എടി മാധുരി, മധു, പൂജ, സ്നേഹേ, വസന്ത.